ഭക്തി വേദാന്ത സ്വാമിന്നിതി നാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്തദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ജയ പ്രഭുപദ ജയ പ്രഭുപദ നിത്യ ഗൗര ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് ദീനനാഥ് വിഠൽ പ്രഭുവിനെ ക്ഷണിക്കാം. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കട്ടെ. ദീനനാഥ് വിഠൽ പ്രഭു അല്ലെങ്കിൽ ദിനകർ വിഠൽ പ്രഭു ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം നേടി. IIT മദ്രാസിൽ നിന്നും MTech ബിരുദം നേടി. പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടി. ബാംഗ്ലൂർ വിപ്രോയില് അദ്ദേഹം തൊഴിൽ ജീവിതം ആരംഭിച്ചു. പിന്നീട് ദുബായ് അലൂമിനിയം കമ്പനിയിൽ സീനിയർ മാനേജർ IT ആയിട്ട് പ്രവർത്തിച്ചു. പ്ലാന്റ് ഓട്ടോമേഷൻ മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക വൈദഗ്ധ്യം. ദുബായിൽ ജോലി ചെയ്യുന്നതിനിടെ 1995 ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൽ നിന്നും ശിഷ്യനായി ദീക്ഷ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പുത്രിമാരും ശ്രീല പ്രഭുപാദർ നിർദ്ദേശിച്ച കൃഷ്ണ ഭാവനാമൃത ജീവിതം സജീവമായി അനുഷ്ഠിച്ചു പോരുന്നു. കൊച്ചി ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോ 108 തവണ നമുക്ക് മഹാമന്ത്രവും ജപിക്കാം. അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത ക്ലാസ്സും നമുക്ക് ശ്രവിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെയുള്ള എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. അപ്പം ആദ്യത്തേത് നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഒരു മാല ജപിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഏറെക്കുറെ എല്ലാവരും ഇത് റെഗുലറായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ജപിക്കേണ്ടത്, മാല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയേണ്ടതുണ്ടോ? ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക. ഓക്കെ. അപ്പം എല്ലാവർക്കും അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജപം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ജപം ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മഹാമന്ത്രത്തിലെ ഓരോ അക്ഷരവും സ്ഫുടമായി ഉച്ചരിക്കുക എന്നുള്ളത്. രണ്ടാമത്, അത് ഉച്ചരിക്കുന്ന സമയത്ത് അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ജപത്തിന്റെ സമയത്ത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി. ഏതൊരു കാര്യവും നമ്മൾ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ
അതിന് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത സെഷനിൽ നമ്മൾ ഇപ്പം ജപം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ആൾറെഡി ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഭഗവത്ഗീത ക്ലാസ്സിൽ മാത്രം ചെയ്യേണ്ടതല്ല, ദിവസവും ചെയ്യേണ്ടതാണ്. മാലയില്ലാത്തവര് മാല ഒരെണ്ണം സംഘടിപ്പിക്കുക, മാലയിൽ തന്നെ ജപിക്കുക. ഓക്കെ, എല്ലാ ദിവസവും ചെയ്യുക. കുറഞ്ഞതൊരു മാലയെങ്കിലും ഉണ്ട്. ഒരു മാല മതി എന്നുള്ള ചിന്തിക്കരുത്. എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യുക. തുടക്കത്തിൽ അല്പം സമയം കൂടുതൽ എടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഒരു മാല നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കും. അപ്പം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ ഞാൻ ജപം ആരംഭിക്കുകയാണ്. ആദ്യം പഞ്ചതന്ത്ര മന്ത്രം ചൊല്ലി അതിനുശേഷം നമുക്ക് മഹാമന്ത്രം ജപിക്കാം. जय श्री कृष्ण चैतन्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद प्रभु नित्यानंद श्री अद्वैत गदाधर गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण हरे कृष्ण हरे कृष्ण 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 हरे हरे कृष्ण कृष्ण हरे 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 राम हरे राम हरे राम രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഇനി എല്ലാരും ഒരുമിച്ച് ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ 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 രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ. ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ 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 രാമ രാമ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ 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 കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ. ഹരേ 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 കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ. രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ രാമ ഹരേ 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 ഹരേ. ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ. ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ കൃഷ്ണ. ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ. രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ. ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ हरे सारे शंकर सारे हरे राम കൃഷ്ണ ഹരേ ഹരേ सारे ഹരേ शंकर രാമ सारे हरे രാമ राम ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ. ഇവിടെ നമ്മള് ഓൺലൈനിൽ ജപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സിങ്ക്രണൈസ് ചെയ്തിട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളത്. അതേസമയം നമ്മൾ ഒരു മുറിയിൽ ആണ് ഇരുന്നിരുന്നെങ്കിൽ, ഒരിടത്ത് തന്നെയാണ് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ഒരേ സ്പീഡിൽ ഒരേ ഇതിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പം എല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും, എല്ലാവരും ഒരുമിച്ച് എൻഡ് ചെയ്യും. അപ്പം ഈ മഹാമന്ത്രത്തിന്റെ മഹിമ നിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു മാല ജപിക്കുക എന്നുള്ളത് കലിയുഗത്തിന്റെ ഒരു ധർമ്മമാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്തത് ഭഗവത്ഗീത ക്ലാസ് ആണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യൈശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജനസ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ശ്രീകൃഷ്ണ പ്രീത്യർത്ഥം നമുക്ക് ഗീതാ പഠനം തുടരാം. ഇന്ന് 14-ാം അധ്യായത്തിന്റെ 7 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണുള്ളത്. അതിനു മുമ്പ് നമുക്ക് 13ഉം 14ഉം തമ്മിലുള്ള അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധം, എന്തുകൊണ്ടാണ് ഭഗവാൻ 14-ാം അധ്യായം പറയാൻ തുടങ്ങിയത്, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 13-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ വന്നു ചേരും. അതില് ആനന്ദത്തിനായിട്ടുള്ള ആഗ്രഹം മൂലം ജീവാത്മാവ് പ്രകൃതിയിൽ അഥവാ ഭഗവാന്റെ ബാഹ്യശക്തിയിൽ കുടുങ്ങിയത് എങ്ങനെയെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. 13-22 ഞാൻ വായിക്കാം, അതിന്റെ ട്രാൻസ്ലേഷനും വായിക്കാം. പുരുഷ പ്രതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസത് യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവാത്മാവ് പല വിധത്തിലുള്ള സത് അസത് യോനി ജന്മസു, നല്ലതും ചീത്തയുമായ ജീവികളുടെ രൂപത്തിൽ ജന്മം കൊള്ളുന്നു. ഓക്കെ, അപ്പം 14-ാം അധ്യായത്തിന്റെ ടൈറ്റിൽ എന്താണ്? ഭൗതിക പ്രകൃതിയുടെ
ത്രിഗുണങ്ങൾ. ഇല്ലേ? അവിടെ അത് ഭഗവാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതാണ് 13:22 പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതിങ്ങനെ ഈ അധ്യായത്തിൽ ഭഗവാന്റെ ബാഹ്യശക്തി എങ്ങനെയാണ് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിലൂടെ ജീവാത്മാവിനെ ബന്ധിച്ചിരിക്കുന്നതെന്ന് വിശദീകരിച്ചിരിക്കുന്നു. അതായത് 13:22 കുറിച്ചുള്ള അറിവ് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് 14-ാമത്തത്. ഇതില് നിങ്ങൾ 6 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതിൽ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ ജീവജാലങ്ങളുടെ മോചനത്തെ പറ്റി, അവരുടെ അവസ്ഥയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 3 ഗുണങ്ങളുടെയും അവസ്ഥ മനസ്സിലാക്കിയാൽ അത് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മാർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടത്. ഇത് ഭഗവാൻ ആദ്യത്തെ 1-2 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഈ അറിവിന്റെ പ്രാധാന്യം എന്താണെന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ഇനി 5 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ പറ്റി ഭഗവാൻ വിശദീകരിക്കുകയാണ്. അവ വിശുദ്ധമായിട്ടുള്ള ആത്മാവിനെ ഈ ഭൗതിക പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു, എന്നിട്ട് വിവിധ അനുഭവങ്ങളിലേക്കും വികാരങ്ങളിലേക്കും നയിക്കുന്നു. ഇതില് 6-ാം ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. അതില് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബദ്ധാത്മാവിൽ സത്വഗുണത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്വഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറെക്കുറെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാര്. ഓക്കെ, ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം അല്ലെന്നുണ്ടെങ്കിൽ ഗുണം എന്താണോ അത് ഏറെക്കുറെ സാത്വികഗുണമായിരിക്കും. ഇത് നമ്മൾ 18-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ആ ഗുണങ്ങൾ എന്താണ്, ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് എന്താണ് എന്ന് അവിടെ ഭഗവാൻ വ്യക്തമായിട്ട് പറയും. അപ്പം പ്രഭുപാദര് ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാര്, തത്വചിന്തകര്, കവികളെല്ലാം തന്നെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അറിവിൽ അഭിമാനിക്കുന്നു. അവരുടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കാരണം അവർ ഒരുതരം ഭൗതിക സന്തോഷം അനുഭവിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സത്വഗുണത്തിൽ ഏറെക്കുറെ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ പാപ പ്രതികരണങ്ങളിൽ നിന്ന് അവര് ഏറെക്കുറെ മുക്തരാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സന്തോഷം ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടുന്നു. ഈ വികസിച്ച സന്തോഷബോധം അവരെ ബന്ധിക്കുന്നു. അത് അവരെ ആവർത്തിച്ചുള്ള ജന്മമരണങ്ങൾ നിലനിർത്തുന്നു. അതുകൊണ്ട് അവർക്കും മോചനത്തിന് സാധ്യതയില്ല. ഓക്കെ, അതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. കാര്യം അതും ഇനി പറയുന്ന 2 ശ്ലോകങ്ങളും പരസ്പരം ഇതാണ്, ഒരേ ഗ്രൂപ്പിലുള്ളതാണ്. 5 മുതൽ 9 വരെയുള്ള ശ്ലോകം, 8 വരെയുള്ള ശ്ലോകങ്ങൾ. ഓക്കെ, ഇനി 7-ാമത്തെ ശ്ലോകം. അതില് ഭഗവാൻ രജോ ഗുണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. രജോ ഗുണത്തിൽ ഉള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ ശ്ലോകം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാത് കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. വിവർത്തനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് രജോ ഗുണം അനന്തമായ ആഗ്രഹങ്ങളിൽ നിന്നും ജനിക്കുന്നതാണ്. ഭൗതിക സുഖങ്ങൾ നേടാനുള്ള മോഹം മനുഷ്യനെ ഫലത്തിൽ കുടുക്കിയിടുന്നു. ഓക്കെ, അപ്പം രജോ ഗുണത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രിയ സുഖത്തിലുള്ള ആകർഷണമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു രാഗാത്മകം. രാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം അഥവാ കാമം. തൃഷ്ണാസംഗസമുദ്ഭവം. രജോഗുണം എവിടെ നിന്നാണ് വരുന്നത്? തൃഷ്ണാസംഗസമുദ്ഭവം. തൃഷ്ണ എന്ന് വെച്ചാൽ ആഗ്രഹം, സംഘ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പം അഥവാ അറ്റാച്ച്മെന്റ്. ഈ പ്രപഞ്ചത്തിൽ ഇന്ദ്രിയ സുഖത്തിനുള്ള ആഗ്രഹം എവിടെ കാണാം? അറിയാമോ? പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ അതിലാണ്. എന്താണത്? പുരുഷ സ്ത്രീ ആകർഷണം.
ബ്രഹ്മാവിന്റെ സൃഷ്ടി വികാസം നടക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചപ്പോഴാണ്. അതുവരെ ബ്രഹ്മാവ് ഇത്തിരി കാര്യങ്ങളായിട്ട് സൃഷ്ടി ചെയ്തു. പക്ഷെ അത് എന്താണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടി വിസ്താരം അങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. അവരെ പരസ്പര ആകർഷണത്തിൽ കൊണ്ടുവന്നു. ഈ ആകർഷണം എന്ന് പറയുന്ന രജോഗുണത്തിന്റെ പ്രധാന സ്വഭാവമാണ്. രജോഗുണത്തിലുള്ള ഒരാള് കുടുംബം, കീർത്തി, ധനം, സമൂഹത്തിലെ ബഹുമാനം ഇതെല്ലാം നേടാനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കണം, തൻ്റെ അന്തസ്സ് നിലനിർത്തണം. ഇതിനായിട്ട് അയാള് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രജോഗുണം കൂടുന്തോറും ഇന്ദ്രിയ സുഖാസ്വാദനം മതിയാകാതെ വരും, കൂടുതൽ പ്രയത്നിക്കും. ഓക്കെ, ഈ ആഗ്രഹങ്ങൾ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓക്കെ, ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തൃപ്തിയാവുമോ? ഒരിക്കലുമില്ല. കാര്യം, തീ അണയ്ക്കാനായിട്ട് തീയിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണത്. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ തീ ആളിക്കത്തും. അതേപോലെ ഒരാഗ്രഹം തീരുമ്പോഴത്തേക്കും, അത് സാധിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 10 ആഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത്. ആഗ്രഹങ്ങൾ അങ്ങനെ കൂടുതൽ കൂടുതൽ വളർന്ന് വരും. അങ്ങനെ കർമ്മഫലത്തോടുള്ള ആസക്തി കൂടുതൽ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ആധുനിക, പ്രഭുപാദ് പറയുന്നു, നമ്മുടെ ആധുനിക സംസ്കാരം അഥവാ മോഡേൺ സിവിലൈസേഷൻ പ്രധാനമായും ഏത് ഗുണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? രജോ ഗുണത്തെ. രജോ ഗുണത്തിൽ നിന്ന് മോചനം വളരെ പ്രയാസകരമാണ്. കാര്യം, ഈ അറ്റാച്ച്മെന്റ്, നമുക്ക് കർമ്മഫലത്തിലുള്ള അറ്റാച്ച്മെന്റ് കാരണം രജോ ഗുണത്തിൽ നിന്നും മോചനം വളരെ പ്രയാസകരമാണ്. 8ാമത്തെ ശ്ലോകം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ് തന്നിബധ്നാതി ഭാരത. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. അപ്പം തമോ ഗുണം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? അറിവില്ലായ്മ, അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ജീവനെ മിഥ്യാബോധം, അലസത, അമിതമായ ഉറക്കം, ഭ്രാന്ത് എന്നിവയിലെല്ലാം തന്നെ ബന്ധിക്കുന്നു. ഈ തമോ ഗുണം സത്വഗുണത്തിന്റെ നേരെ വിപരീതമാണ്. അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നു പറഞ്ഞു. എന്താണ് അജ്ഞാനം? യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അജ്ഞാനം. അതൊരു ഉദാഹരണം തരുന്നുണ്ട്. മരണം ഉറപ്പാണെന്ന് അറിയാമെങ്കിലും ആളുകൾ ഭൗതിക സമ്പാദ്യങ്ങൾ പുറകെ ഓടുകയാണ്. ആത്മീയ കാര്യങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. ഇത് എന്തിന്റെ ലക്ഷണമാണ്? തമോ ഗുണത്തിന്റെ ലക്ഷണമാണ്. അമിതമായിട്ടുള്ള ഉറക്കം, മയക്കുമരുന്നുകളുള്ള ആസക്തി, ഇതെല്ലാം തന്നെ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. തമോ ഗുണം നമ്മുടെ ആത്മീയ പുരോഗതിയെ തടയുന്നു. തമോ ഗുണത്തിലുള്ള ആൾക്കാര് ഒരിക്കലും ശാശ്വതമായ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു, മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യ. തികച്ചും ഭ്രാന്താണത്. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടിക്കലി ഭ്രാന്താണ്. ശരി, 9ാമത്തെ ശ്ലോകം. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തുത്തമഃ പ്രമാദേ സഞ്ജയത്യുത. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഇത് 3 ഗുണങ്ങളും നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൽ ബന്ധിക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബന്ധനം 3ലും ഉണ്ട്. സത്വഗുണം സുഖത്തിലാണ് ബന്ധിക്കുന്നത്, രജോ ഗുണം കാമ്യകർമ്മങ്ങളിൽ ബന്ധിക്കുന്നു, തമോ ഗുണം നമ്മളെ ജ്ഞാനം മറച്ച് നമ്മളെ ഭ്രാന്തിലാക്കുന്നു.
സത്വഗുണത്തിലുള്ളവര് അറിവില്, അതായത് ജ്ഞാനത്തിൽ, പഠനത്തിൽ സന്തോഷവും സുഖവും സംതൃപ്തിയും കണ്ടെത്തുന്നു. രജോ ഗുണത്തിലുള്ളവരാണെങ്കിൽ കർമ്മങ്ങൾ മുഴുകി, സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി അവരുടെ ജീവിതം ചെലവാക്കുന്നു. തമോ ഗുണത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങളോ അത് തനിക്ക് തന്നെയോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടില്ല. അങ്ങനെ ഓരോ ഗുണത്തിനും വ്യത്യസ്തമായിട്ടുള്ള ബന്ധനശക്തിയുണ്ട്. ഗുണം എന്നുള്ള സംസ്കൃത പദത്തിന് ചങ്ങല എന്നും അർത്ഥമുണ്ട്. 3 വിധത്തിലുള്ള ചങ്ങലകൾ. ഒന്ന് സ്വർണം കൊണ്ടുള്ളത്, ഒന്ന് വെള്ളി കൊണ്ടുള്ളത്, മറ്റേത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ജ്ഞാനപ്പാന അല്ലേ. പക്ഷേ ഈ ചങ്ങല ഏതായാലും ബന്ധനം നിലയല്ലേ. എന്നെ സ്വർണ്ണ ചങ്ങല കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് കാര്യമുണ്ടോ? ഓ നോക്കൂ, എന്റെ ചങ്ങല, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല സ്വർണത്തിൻ്റെതാണ്, പക്ഷെ എനിക്ക് അനങ്ങാൻ നിവൃത്തിയുണ്ടോ? ഇല്ല, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഞാൻ ബന്ധനത്തിലാണ്. അതുകൊണ്ട് സത്വഗുണത്തിലാണെങ്കിൽ പോലും ബന്ധനമുണ്ട്, അതും പാടില്ല. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 10 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ ഓരോ ഗുണത്തിന്റെയും മേധാവിത്വം ഭഗവാൻ പറയാണ്. ഒരു ഗുണത്തിന് മറ്റുള്ളവരുടെ മുകളിൽ മേൽക്കോയ്മ നേടാൻ സാധിക്കും. നമുക്ക് വായിക്കാം 10ാമത്തെ ശ്ലോകം. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തഥാ. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും, ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു, മറ്റു ചിലർ തമസ് സത്വരജസ്സുകളെയും. ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തിയിൽ ഒരു ഗുണം തന്നെയല്ല എല്ലായ്പ്പോഴും 3 ഗുണങ്ങളുണ്ട്. അത് പരസ്പരം മേൽക്കോയ്മ നേടാനായിട്ട് നിരന്തരം അവരുടെ ഇടയ്ക്ക് മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ സത്വഗുണം മേൽക്കൈ നേടും. അപ്പൊ നമുക്ക് സത്വഗുണത്തിലുള്ള പ്രവൃത്തികളായിരിക്കും നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. മറ്റു ചിലപ്പോൾ രജോ ഗുണമോ തമോ ഗുണമോ മേൽക്കൈ നേടും. ഇപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലൊക്കെയാണോ എന്ന് എങ്ങനെ അറിയാം? ഒരാളുടെ ഭക്ഷണം, പെരുമാറ്റം, ചിന്തകൾ എന്നിവയിലൂടെ ഏത് ഗുണമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ഭഗവാൻ വിശദമായിട്ട് പറയും. ഈ 3 ഗുണങ്ങളിൽ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് 18ാം അധ്യായത്തിലും അതിനു മുമ്പുള്ള ഒരു അധ്യായത്തിലും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ആഹാരം, ദാനം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് ഭഗവാൻ എന്താണ് സത്വഗുണത്തിൽ, എന്താണ് രജോ ഗുണത്തിൽ, എന്താണ് തമോ ഗുണത്തിൽ എന്നുള്ളത് എല്ലാം തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരാൾ ഏത് ഗുണത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം. ഒരാൾക്ക് താല്പര്യമുള്ള പക്ഷം പരിശീലനത്തിലൂടെ സത്വഗുണം വളർത്താം. എന്തുകൊണ്ടാണ് സത്വഗുണം വളർത്തണം എന്ന് പറയുന്നത്? കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കാൻ അപ്പോഴേ സാധിക്കൂ. രജോ ഗുണത്തിലുള്ള ആൾക്കാർക്കും താമസ ഗുണത്തിലുള്ള ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി വളരെയധികം മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ സത്വഗുണത്തിലാകുമ്പോഴത്തേക്കും അവിടെ ബുദ്ധി തെളിഞ്ഞിരിക്കും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരാൾ ഒരിക്കലും സത്വഗുണത്തിൽ നിന്നു പോകരുത്. സത്വഗുണത്തെയും അതിജീവിക്കണം. നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 3 ഗുണങ്ങളെയും അതിജീവിക്കണം. അപ്പൊ എന്ത് പറ്റും? വസുദേവാസ്ഥ അല്ലെങ്കിൽ വിശുദ്ധ സത്വം, അവിടെ എത്താം. ആ അവസ്ഥയിലാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് പൂർണ്ണ ജ്ഞാനം കിട്ടുന്നത്. ഇത് വെറും സിദ്ധാന്തികമായിട്ടുള്ള ജ്ഞാനമല്ല, മറിച്ച് ആ ജ്ഞാനത്തിൽ തന്നെ അതിനനുസരിച്ച് പൂർണ്ണമായി പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിക്കും. ഈ ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള അവസ്ഥയിൽ എത്താനായിട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണാവബോധമാകുന്നു.
അംബരീഷ് മഹാരാജാവിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. മഹാരാജാവ് ഓരോ അവയവവും ബുദ്ധിയും മനസ്സും എല്ലാം തന്നെ ഭഗവത് സേവനത്തിനായി മാറ്റിവെക്കാൻ കഴിഞ്ഞ ആളാണ്. അങ്ങനെ എല്ലാം തന്നെ ഭഗവത് സേവനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആള് 3 ഗുണങ്ങൾക്കും അതീതനാണ്. അയാൾക്ക് ഒരു ബന്ധനത്തിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. 11ാം ശ്ലോകം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുതാ. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. അപ്പം നമ്മുടെ ശരീരത്തിന് നമുക്കറിയാം 2 കണ്ണുകളുണ്ട്, 2 ചെവികളുണ്ട്, 2 മൂക്കുണ്ട്, വായുണ്ട്, ജനനേന്ദ്രിയമുണ്ട്, മലദ്വാരമുണ്ട്. ഇങ്ങനെ 9 ദ്വാരങ്ങൾ. നവദ്വാരേ പുരേ ദേഹി എന്ന് പറയാൻ കാര്യം നവദ്വാരം ഉള്ള ഇതാണ് നമ്മുടെ ശരീരം. അപ്പം ഈ 9 ദ്വാരങ്ങളും സാത്വികതാ ലക്ഷണങ്ങളാൽ പ്രകാശിതമാക്കുമ്പോൾ മനുഷ്യൻ സത്വഗുണസമ്പന്നൻ എന്ന് പറയാം. ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നു. വസ്തുക്കളെ യഥാർത്ഥ രൂപത്തിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നു. നമ്മുടെ അകത്തും പുറത്തും ശുദ്ധി വർദ്ധിക്കുന്നു. യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. അങ്ങനെ സത്വഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിന്റെയും വ്യക്തതയുടെയും അവസ്ഥയായിത്തീരുന്നു. ഇനി 12ാമത്തെ ശ്ലോകം. രജോ ഗുണത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ലോഭ പ്രവൃത്തി ആരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹേ ഭാരതശ്രേഷ്ഠ, രജോഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ രജോഗുണം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആസക്തി, അത്യാഗ്രഹം, കഠിന പരിശ്രമം, ഇന്ദ്രിയ സുഖത്തിനുള്ള മോഹം, ഇവയെല്ലാം തന്നെ കൂടി വരും. രജോഗുണത്തിലുള്ള ആൾക്കാര് ഒരിക്കലും ഒരു കാര്യത്തിലും സംതൃപ്തരാകുന്നില്ല. എപ്പോഴും കൂടുതൽ നേടണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാവും. 1 നേടിയാൽ 10, 10 ഉണ്ടായാൽ 100, അങ്ങനെ. അപ്പോ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. കുടുംബ ബന്ധങ്ങളില്, ഭൗതിക സമ്പത്തില് അവിടെ അവരുടെ ആസക്തി എന്ന് പറയുന്നത് കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതം മുഴുവനും സമ്പാദിക്കുന്നതിലും ആസ്വാദനത്തിലും അവര് ചെലവഴിക്കുന്നു, ജീവിതം മുഴുവൻ. അപ്പോൾ ഇതൊക്കെയാണ് രജോഗുണത്തിന്റെ സ്വഭാവം. ഇനി തമോ ഗുണത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകത്തില്. 13ാമത്തെ ശ്ലോകം. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. വിവർത്തനം. കുരുനന്ദന, തമോഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. അപ്പോ തമോഗുണം വർദ്ധിക്കുമ്പോൾ അപ്രകാശ എന്ന് വെച്ചാൽ തേജസ്സില്ലായ്മ അഥവാ ഉണർവില്ലായ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ ഒരാള് ഒരു ഭക്തനാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജയൊക്കെ ചെയ്ത് ജപിച്ച് എല്ലാം വരുമ്പോഴത്തേക്കും ഓഫീസിലെത്തുമ്പോഴത്തേക്കും അയാളുടെ മുഖം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരിക്കും? അതേസമയം തലേ ദിവസം രാത്രി മദ്യപിച്ച് വളരെ ലേറ്റായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഓഫീസിലെത്തുന്ന ഒരാൾ എങ്ങനെ ഉണ്ടായിരിക്കും? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് തേജസ് എന്നുള്ളത്. തമോഗുണം വർദ്ധിക്കുമ്പോഴത്തേക്കും തേജസ്സില്ലായ്മ ഉണ്ടാകുന്നു. അകർമ്മണ്യത, എന്ത് ചെയ്യാനും ഒരു മന്ദത, അഥവാ അയാൾ ഒരു കാര്യം ചെയ്യാനും ഒരു ഉദ്യമത്തിനും തയ്യാറല്ല എന്ന അവസ്ഥയാണ്. പ്രമാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്മാദം അഥവാ ഭ്രാന്ത്. വ്യാമോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥ്യാബോധം അല്ലെങ്കിൽ ഇലൂഷൻ. ഇവയെല്ലാം തന്നെ തമോഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്.
ഓക്കെ. അപ്പോൾ തമോ ഗുണത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ജ്ഞാനം ഒട്ടും തന്നെ കാണില്ല, അജ്ഞാനം. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ജീവിക്കുന്നത്? തന്നിഷ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നു, യാതൊരു നിയമങ്ങളും ഫോളോ ചെയ്യില്ല, സ്വന്തം ഇഷ്ട പ്രകാരം സ്വേച്ഛാപരമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കില്ല. ഓക്കെ, അതിനെയാണ് വ്യാമോഹം എന്ന് പറയുന്നത്. ബോധാവസ്ഥയിലാണെങ്കിൽ പോലും ആത്മീയമായിട്ടും ഈവൻ ഭൗതികമായിട്ട് പോലും അയാള് കർമ്മരഹിതനാകും. നേരത്തെ പറഞ്ഞ അകർമ്മണ്യത, പ്രവൃത്തി ചെയ്യാനായിട്ട് അയാൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല, തികച്ചും മടിയനാണ്. അങ്ങനെ ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളാണ് തമോ ഗുണത്തിലുള്ള ആള്. ഇനി വരുന്ന 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ ഓരോ ഗുണത്തിലും പ്രവൃത്തി ചെയ്യുന്നതും മരിക്കുന്നതും ഭഗവാൻ വിശദീകരിക്കുന്നു. നമുക്ക് വായിക്കാം. 14. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാന്തി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങൾ എത്തുന്നു. അപ്പോ സത്വഗുണത്തിൽ മരിക്കുന്നവര് ഉപരിലോകങ്ങൾ ജനിക്കുന്നു. അവർക്ക് ബ്രഹ്മലോകം പോലുള്ള ഉയർന്ന ഗ്രഹങ്ങളിൽ എത്താം. അവിടെ ദേവതുല്യമായിട്ടുള്ള സുഖം അനുഭവിക്കുകയും ചെയ്യാം. അഥവാ മഹർഷിമാരുടെയും ഭക്തരുടെയും സാന്നിധ്യമുള്ള, ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നു, അമലാൻ, വിശുദ്ധങ്ങളായ ഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് രജോ ഗുണമോ തമോ ഗുണമോ അവിടെ ഇല്ല തന്നെ, വളരെ തുച്ഛമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അവരെത്തുന്നു. രജോ ഗുണത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥയോ? 15-ാം ശ്ലോകം. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രളയനസ്തമസി മൂഢയോനിഷു ജായത്തെ. ഇതില് രജസിന്റെയും തമസിന്റെയും കാര്യം ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. അപ്പം രജോ ഗുണത്തിൽ മരിക്കുന്നവർ കർമാസക്തരായ മനുഷ്യരിലും തമോ ഗുണത്തിൽ മരിക്കുന്നവർ മൃഗയോനിയിലും ജനിക്കുന്നു. അപ്പൊ ഇതിന് അർത്ഥം എന്താണ്? മനുഷ്യജന്മം കിട്ടിയാൽ വീണ്ടും താഴേക്ക് പോവില്ല, നമുക്ക് ഇനിയും മനുഷ്യജന്മം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. തമോ ഗുണം മൃഗജന്മത്തിൽ നയിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പരിണാമ പ്രക്രിയയിലൂടെ മാത്രമേ വീണ്ടും മനുഷ്യ ശരീരം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ട് കാണും, 84 ലക്ഷം യോനികളില് വെറും 4 ലക്ഷം മാത്രമേ മനുഷ്യയോനികളുള്ളൂ, ഇതുള്ളൂ, ശരീരമുള്ളൂ. അപ്പം ഈ 80 ലക്ഷം വിവിധ അവബോധത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പടിപടിയായിട്ട് ഉയർന്ന് പിന്നീട് വീണ്ടും മനുഷ്യ ശരീരം കിട്ടുകയുള്ളൂ. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സത്വഗുണം പരിശീലിക്കണം, സജ്ജന സമ്പർക്കം, സത്സംഗം നേടണം, ക്രമേണ സത്വഗുണത്തെയും അതിക്രമിക്കണം. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? അതായത് കൃഷ്ണാവബോധം നമ്മൾ പരിശീലിക്കണം, ഭക്തിയുത സേവനത്തിൽ നിരതനാകണം. ഇങ്ങനെയല്ലാതെ വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയും എന്ന് ഉറപ്പില്ല. 2-ാം അധ്യായത്തിൽ ഒരു ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്താണ് ഈ മഹത് എന്ന് ഭഗവാൻ പറയുന്നത്? മഹത്തായ ഭയം എന്താണ്? അതായത് ഇപ്പൊ നമുക്ക് മനുഷ്യ ശരീരമുണ്ട്, അടുത്ത ജന്മത്തിൽ അതില്ലാതെ വേറെ ഏതെങ്കിലും താഴെയുള്ള ശരീരമാണ്, അവബോധമുള്ള ശരീരമാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ഏറ്റവും വലിയ ഭയമായിട്ട് ഭഗവാൻ പറയുന്നത്. ആൾക്കാർ പറയും മരണത്തെയാണ് മരണമാണ്. അല്ല, മരണമല്ല. ജനിച്ചാൽ മരിക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ അതിനെ പറ്റി ഭയക്കേണ്ട കാര്യമില്ല. ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴുള്ള അവബോധാവസ്ഥയിൽ നിന്നും താഴെയുള്ള അവബോധമുള്ള ഒരു ശരീരം നമുക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭയം. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം?
സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ഈ ഭഗവത് സേവനമാകുന്ന ധർമ്മം നമ്മൾ അല്പമെങ്കിലും അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഓക്കെ, അങ്ങനെ ഭക്തിയുത സേവനം കൊണ്ട് നമുക്ക് അടുത്ത ജന്മം മനുഷ്യജന്മമാണെന്ന് ഉറപ്പിക്കാം. അപ്പം മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളെയും അതിജീവിക്കുകയാണ്. അതിന് ഉപരിയായിട്ട് നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറഞ്ഞില്ലേ, അത് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ അത് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അത് അവിടെ മാത്രമേ ഉറപ്പുള്ളൂ, ഗ്യാരണ്ടി ഉള്ളൂ. എന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗതി നേടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം കൃഷ്ണാവബോധം. അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി 16ാമത്തെ ശ്ലോകം. കർമ്മണ സുകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. അങ്ങനെ 3 ഗുണങ്ങളുടെയും ഫലം എന്താണ്? സത്ത് കർമ്മഫലം ശുദ്ധം. രജോ ഗുണത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്നത് ദുഃഖം. തമോ ഗുണത്തിലാണെന്നുണ്ടെങ്കിൽ അത് അജ്ഞാനത്തിലേക്ക്. മൗഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നോൺസെൻസ്. അതാണ് മൗഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പ്രഭുപാദ് പറയുന്നു, എക്സാമ്പിൾസ് പ്രഭുപാദ് പറയുന്നുണ്ട്. ഇത് എന്ത് സംഭവിക്കുന്നു ഇതില്? ഋഷിമാര് അവര് സത്വഗുണത്തിലുള്ളവരാണ്. അവരുടെ കർമ്മങ്ങളുടെ ഫലം വിശുദ്ധമായതുകൊണ്ട് അവര് സന്തുഷ്ടരായി ജീവിക്കുന്നു. അതേസമയം രജോ ഗുണ സ്വഭാവികള്, രജോ ഗുണ സ്വഭാവികളുടെ ലക്ഷണം എന്താണ്? അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവരുടെ ലിസ്റ്റിൽ എന്തെങ്കിലും കാണും. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് നേടണം, ഇത് നേടണം, അത് കംപ്ലീറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഭൗതിക സുഖത്തിനായിട്ടുള്ള ശ്രമങ്ങൾ അവസാനം എന്ത് നൽകുന്നു? ദുഃഖമാണ് നൽകുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. ഉദാഹരണം പ്രഭുപാദ് പറയുന്നുണ്ട്. ഒരു കൊട്ടാരം പോലുള്ള വീട് പണിയാനായിട്ട് ആണ് ഒരാളുടെ ആഗ്രഹം. എന്തുകൊണ്ട്? എനിക്ക് ബാക്കിയുള്ളവരെക്കാളും വലിയ ഒരു വീട് നേടണം, എനിക്ക് സമൂഹത്തിൽ നല്ല വില വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു. ഈ റോഡിലുള്ള ഏറ്റവും വലിയ വീട് എൻ്റെതായിരിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം പൈസ വേണം, അതിനായിട്ട് സമ്പാദിക്കണം. അത് എന്താണ്? അത് കഷ്ടപ്പാടാണ്, ക്ലേശകരമാണ്, കഠിനമായിട്ട് അധ്വാനിക്കണം. പിന്നെ വീട് പണിയണം, അതിനും കായികാധ്വാനം വേണം, അതും ക്ലേശം തന്നെ. ഈ വീട് എൻ്റെതാണ് എന്നുള്ള ഒരു താൽക്കാലിക സന്തോഷം മാത്രമാണ് ഇത് നൽകുന്നത്. സപ്പോസ് അതിനടുത്ത് അതിനേക്കാളും വലിയൊരു വീട് വന്നാലോ, സന്തോഷം അതോടുകൂടി തീർന്നു, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, അവസാനം ദുഃഖം തന്നെയാണ് റിസൾട്ട് എന്ന്. തമോ ഗുണത്തിലുള്ള അജ്ഞാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ മാത്രമല്ല ഭാവിയിലും കഷ്ടം തന്നെ നൽകുന്നു. തമോ ഗുണത്തിലുള്ള ആൾക്കാരുടെ അടുത്ത ജന്മം എന്തെന്നാണ് ഭഗവാൻ പറഞ്ഞത്? മൃഗജന്മം, അല്ലെ? അപ്പൊ മൃഗങ്ങളുടെ ജീവിതം എപ്പോഴും ദുരിതപൂർണമാണ്. പൂച്ചയുടെയോ പട്ടിയുടെയോ എന്ത് നോക്കിക്കോളൂ, അവരുടെ ദുരിതപൂർണമാണ്. അവര് മായയിലായതുകൊണ്ട് അവരത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഓരോ മൃഗങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമാണ്. പ്രഭുപാദ് ഇതില് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മൃഗഹത്യ, ഓക്കെ, മൃഗങ്ങളെ കൊല്ലുന്നത് അജ്ഞാനമാണ്, അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ഭാവിയിൽ നമുക്കൊരു മൃഗശരീരം കിട്ടി, ഇന്ന് നമ്മൾ കൊന്ന ജീവിയുടെ കൈകളാൽ കൊല്ലപ്പെടും എന്ന പ്രകൃതി നിയമം നാം മനസ്സിലാക്കണം. മൃഗവധത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് പശുവധമാണ്.
അത് ടോട്ടൽ അജ്ഞാനമാണ്. അപ്പം മൃഗഹത്യയിലും പ്രത്യേകിച്ചും പശുഹത്യയിലും ഏർപ്പെടുന്ന മനുഷ്യ സമൂഹം തെറ്റായ വഴിക്കാണ് മുന്നേറുന്നതെന്ന് ശ്രീല പ്രഭുപാദര് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. അത് വലിയ നാശത്തിലേക്കുള്ള വഴിയാണ്. ഇന്നത്തെ മാനവ സംസ്കാരം രജസ് തമസ് ഗുണങ്ങളാൽ അങ്ങേയറ്റം വഴിപിഴപ്പിക്കപ്പെട്ടതാണ്. ഈ വലിയ അപകടത്തിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ലളിതമായ മാർഗം ആണ് എന്ത്? കൃഷ്ണാവബോധം. ഓക്കെ, അതാണ് 16-ാമത്തെ ശ്ലോകം. ഇനി 17-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനമേവ ച. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യവും എന്നിവയും ഉണ്ടാകുന്നു. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അറിവ്, രജോ ഗുണത്തിൽ നിന്ന് ലോഭം, തമോ ഗുണത്തിൽ നിന്ന് മൗഢ്യം, ഭ്രാന്ത്. സത്വഗുണം വസ്തുക്കളെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ സഹായിക്കുന്നു. ഓക്കെ, രജോ ഗുണമാകട്ടെ ഒരിക്കലും തൃപ്തിയില്ലാത്ത ലോഭം, വീണ്ടും വീണ്ടും വേണം എന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നു. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനം പോലുള്ള ദുഷ്പ്രവണതകളിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അടിമകളാകുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം അഥവാ അറിവില്ലാത്തത് കൊണ്ടാണ്. ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ലോകത്തിൽ ശാന്തിയും സമാധാനവും വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സത്വഗുണം വേണം. കൃഷ്ണാവബോധം സത്വഗുണം വളർത്തുന്നു. പ്രഭുപാദ് പറയുന്നു, എല്ലാവരിലും സത്വഗുണം വളർത്താനായിട്ട് വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. അത് കിട്ടിയാൽ, യാഥാർത്ഥ്യം സ്പഷ്ടമായാൽ, സ്ഥിരചിത്തരായി സമൃദ്ധിയോടും സന്തുഷ്ടിയോടും കൂടി മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണമെന്നുണ്ടോ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രഭുപാദ് പറയുന്നു, എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരു ചെറിയ ശതമാനം, 1, 2, 5% ആൾക്കാർ കൃഷ്ണാവബോധം വളർത്തി സത്വഗുണത്തിൽ എത്തിയാൽ അത് ധാരാളം മതി. ലോകത്തൊട്ടാകെ ഐശ്വര്യവും സമാധാനവും നിറയും എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നു. പതിനെട്ടാമത്തെ ശ്ലോകം. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഘന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാഹ. ഇനി ഇവര് മരണശേഷം ഇവര് എങ്ങോട്ട് പോകുന്നു? ഈ 3 ഗുണത്തിലുള്ള ആൾക്കാർ എങ്ങോട്ട് പോകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ് പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപതിക്കുകയും ചെയ്യുന്നു. അപ്പം സത്വഗുണത്തിലുള്ളവര് ഉയർന്ന ലോകങ്ങളിലേക്ക്, രജോ ഗുണത്തിലുള്ളവര് ഭൂമിയിൽ തുടരുന്നു, തമോ ഗുണത്തിലുള്ളവര് താഴെയുള്ള നരക ലോകങ്ങളിൽ പോകുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുണങ്ങൾ മരണാനന്തര ഗതിയെ നിർണയിക്കുന്നു, തീരുമാനിക്കുന്നത്. നമ്മൾ മരണത്തിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഈ 3 ഗുണങ്ങളാണ്. സത്വഗുണത്തില് ഉള്ള ആൾക്കാര് ജനലോകം, തപോലോകം, ഇന്ദ്രലോകം, സത്യലോകം പോലുള്ള സ്വർഗീയ ലോകങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ശുദ്ധ രജോ ഗുണമാണെന്നുണ്ടെങ്കിൽ മനുഷ്യലോകത്തിൽ തന്നെ അവിടെ തന്നെ ബന്ധിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് രാജാവായോ ധനികനായോ ജീവിക്കാം. പക്ഷേ ഈ രാജസിക പ്രവൃത്തി കാരണം ബുദ്ധിഭ്രമം ബാധിക്കാനും സാധ്യതയുണ്ട്. രജോ ഗുണം ഒറ്റയ്ക്കല്ലല്ലോ, അത് താമസ ഗുണത്തിന്റെ കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ട് ചിലപ്പം താഴേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇനി തമോ ഗുണം നോക്കിയാല് തമോ ഗുണം താഴ്ന്ന യോനികളിലേക്ക്, നരകീയ അവസ്ഥയിലേക്ക് നയിക്കുന്നു. പക്ഷികള്, മൃഗങ്ങള്, ഇഴജന്തുക്കള്, വൃക്ഷങ്ങള്, കൃമികീടങ്ങൾ, ഇങ്ങനെ പല നീചാവസ്ഥയിലും എത്തിപ്പെടാം.
അവിടെ നിന്ന് ഉയരാനാകാതെ അനേകം ജന്മങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. അതെങ്ങനെയുള്ള ഭാവിയാണ്? ടോട്ടലി ഡാർക്ക്, ഇരുളടഞ്ഞത്. ഓക്കെ, അപ്പം രജസ്തമ ഗുണങ്ങളിലുള്ളവർക്ക് കൃഷ്ണാവബോധം സത്വഗുണത്തിലേക്ക് ഉയരാനുള്ള അവസരം നൽകുന്നു. ഓക്കെ, അതാണ് 18ാമത്തെ ശ്ലോകം. അടുത്തത് 19 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ. ഓക്കെ, ഇതുവരെ പ്രകൃതിയിലെ 3 ഗുണങ്ങളുടെ സർവ്വവ്യാപിയായിട്ടുള്ള നിയന്ത്രണത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അവസാനത്തെ ഭാഗത്ത് 19 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ത്രിഗുണങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് ഭഗവാൻ നമ്മോട് പറയുന്നു. ഓക്കെ, മാത്രമല്ല ഈ 3 ഗുണങ്ങളുമായിട്ട് തന്റെ പൊസിഷൻ എന്താണെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നത്, ജ്ഞാനത്തിൽ നിന്നും എന്ത് വരുന്നു? വിവേചനം വരുന്നു. ആ ജ്ഞാനം അറിവ്, അറിവിൽ നിന്നും നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞില്ലേ. ജ്ഞാനം എന്ന് പറയുന്നത് വിവേചനം. ആ വിവേചനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരാളെ താൻ ശരീരമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പരമപുരുഷോത്തമനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ സ്വതന്ത്രനാകണമെങ്കിൽ കൃഷ്ണനിൽ അഭയം തേടണം എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഭക്തിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു വഴിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ 13 മുതൽ 18 വരെ, ഇത് 14ാമത്തെ അധ്യായമാണ്. 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ജ്ഞാനമാർഗമാണ് ഉപദേശിച്ച് തരുന്നത്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ കൃഷ്ണൻ ആത്യന്തികമായി എന്താണ് പറയുന്നത്? ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭക്തിയെ പറ്റി പറയുന്നത്? കാരണം കലർപ്പില്ലാത്ത ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുകയുള്ളൂ. ഭക്തിയാമാം അഭിജാനാതി. ഓക്കെ, ഇനി നമുക്ക് 19ലേക്ക് പോവാം. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി ഭാവം സ്വധി ഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളെ അല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കാനും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എൻ്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. അപ്പം നമ്മുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ നമുക്ക് വിശ്വസ്തനായ ഒരു ആത്മീയ ഗുരുവിന്റെ സഹായം വേണമെന്ന് പ്രഭാത് നമ്മളെ മനസ്സിലാക്കും. 3 ഗുണങ്ങളുടെയും പ്രേരിതരായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അതിക്രമിക്കണമെങ്കിൽ തൻ്റെ ആധ്യാത്മിക നിലയെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് അറിവ് നേടണം. താൻ എങ്ങനെ ഈ ബന്ധനത്തിൽ പെട്ടു, പ്രകൃതിയുടെ ത്രിഗുണത്തിൽ എത്രമാത്രം ആകർഷണമായിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാല്, അതായത് സത്യസ്ഥിതി മനസ്സിലാക്കിയാല് സ്വന്തം യഥാർത്ഥ ആത്മസ്വരൂപം മനസ്സിലാക്കാം. അങ്ങനെ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം, ആത്മീയ ജീവിതം നയിക്കാം. കൃഷ്ണാവബോധസ്ഥനായ ഒരാള് പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനനേ അല്ല. കൃഷ്ണനെ ശരീരം പ്രാപിച്ചയാള് ഈ 3 പ്രകൃതികളുടെ പ്രവർത്തനത്തിൽ നിന്ന് മുക്തനാണ്. ഇത് ഭഗവാൻ 7ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൈവീ ഹേഷ ഗുണമയീ മമ മായ ദുരത്യ മാമയോയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. എൻ്റെ ഈ ശക്തി, ബാഹ്യശക്തി എന്ന് പറയുന്നത് അതിക്രമിക്കാനായിട്ട് വളരെ വളരെ പ്രയാസമുള്ളതാണ്, അത് കടന്നു പോകാനായിട്ട്. പക്ഷേ മാമയോയെ പ്രപദ്യന്തേ, എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നത് ആരോ മായാം ഏതാം തരന്തി, ഏതാ മായാം, ഈ മായയെ കടന്നു പോകുന്നു, അവർ കടന്നു പോകുന്നു. കൃഷ്ണാബോധത്തിൽ സ്ഥിരനായാൽ ഗുണങ്ങളുടെ സ്വാധീനം എല്ലാം തന്നെ ഇല്ലാതാകുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 20ാമത്തെ ശ്ലോകം. ഗുണാനേതാനതീത്യ ത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർ
വിമുക്തോ അമൃതം അശ്നുതേ. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജന്മം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. അപ്പം 3 ഗുണങ്ങളെയും അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജന്മമരണ വാർദ്ധക്യ ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അപ്പം നമുക്ക് ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ ആത്മീയാനന്ദം അനുഭവിക്കാം. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്താല് ഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മോചിതനായി ഭക്തി സേവയിൽ പ്രവേശിച്ച് ആ രീതിയിൽ നമുക്ക് ഈ പറയുന്ന ദുഃഖങ്ങളിൽ നിന്നെല്ലാം തന്നെ മോചനം നേടാം. കൃഷ്ണഭക്തി എന്ന് പറയുന്നത് മോചനത്തിന്റെ ലക്ഷണമാണ്. അത് ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമാണ്. 21ാമത്തെ ശ്ലോകം ഇതുവരെ ഭഗവാനാണ് പറഞ്ഞത്. ഈ അധ്യായം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഭഗവാനാണ് തുടങ്ങുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് ഈ അധ്യായത്തിൽ ആദ്യമായിട്ടാണ് അർജുനൻ ഒരേ ഒരു ശ്ലോകമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഓക്കെ. കൈർലിംഗൈസ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാംസ് സ്ത്രീൻ ഗുണാനതിവർത്തതേ. അർജുനൻ ചോദിച്ചു, പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? അപ്പം ഗുണാതീതന്റെ ലക്ഷണങ്ങൾ, പെരുമാറ്റം, ഗുണങ്ങളെ അതിജീവിക്കുന്ന മാർഗം എന്നിവയെക്കുറിച്ച് അർജുനൻ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുള്ള ഉത്തരങ്ങൾ ഭഗവാൻ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഉത്തരം നൽകുന്നു. ഇനി 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് പ്രഭുപാദ് തന്നിരിക്കുന്നത്. വീണ്ടും ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേംഗതേ സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യപ്രിയാപ്രിയോ ധീരസ് തുല്യനിന്ദാത്മ സംസ്തുതി മാനാപമാനയോസ് തുല്യസ് തുല്യോ മിത്രാരി പക്ഷയോഹോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യതേ. വർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പ് ഉണ്ടാകുന്നില്ലയോ? അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ? പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ? പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ? ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ? ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ? ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ? ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യുമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഓക്കെ. അപ്പം ഇവിടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ലക്ഷണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ശരീരബോധത്തിൽ മനുഷ്യൻ ഗുണങ്ങൾക്ക് അധീനനായി ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ബോധം ഭഗവാൻ കൃഷ്ണനിൽ ഉറപ്പിച്ചാൽ വിഷയാസക്തി തന്നെ താനെ ഒഴിഞ്ഞു പോകും. അയാൾ തന്റെ ശരീരത്തെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുകയില്ല, ശരീരത്തിന്റെ ആജ്ഞകളെ അനുസരിക്കുന്നില്ല. അങ്ങനെ ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചാലും ആത്മാവെന്ന നിലയിൽ ആ ജീവൻ അവയിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു നിൽക്കുന്നു, ഉദാസീനായി വർത്തിക്കുന്നു. ഓക്കെ. ഇനി അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണങ്ങളുടെ പ്രവർത്തനത്തെ വെറുക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല, ശരീരവുമായി സ്വയം തിരിച്ചറിയുന്നില്ല. അയാള് കൃഷ്ണസേവയിൽ മുഴുകിയിരിക്കുന്നു. വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്കായിട്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാ കടമകളും കൃഷ്ണനായിക്കൊണ്ട് ചെയ്യുന്നു. തൻ്റെ ശരീരത്തോട് ചെയ്യുന്ന നിന്ദയോ ആദരവോ അയാളെ ബാധിക്കുന്നില്ല. ഭൗതികമായ ഒന്നും തന്നെ
അതായത് ഒരു കല്ലായാലും സ്വർണമായാലും അയാൾ ആഗ്രഹിക്കുന്നില്ല. ഭക്തിയുത സേവനം ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും സഹായിക്കാനായിട്ട് വരുന്നവർ അയാൾക്ക് പ്രിയമിത്രമാകും. അയാൾ ശത്രുവിനെ വെറുക്കുന്നില്ല. സമചിത്തനാണ്, സമദർശിയാണ്. ആ രീതിയിൽ അയാൾ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അതാണ് അയാളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ അയാളുടെ ലക്ഷണങ്ങളും പെരുമാറ്റവും ഈ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. അപ്പം അർജുനന്റെ ഈ 21-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ച 3 ചോദ്യങ്ങൾ, മൂന്നാമത്തെ എന്നതായിരുന്നു പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നത് എങ്ങനെ. അതിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അചഞ്ചലമായിട്ടുള്ള ഭക്തി സേവ ചെയ്യുന്നവൻ ഉടൻ തന്നെ 3 ഗുണങ്ങളെയും അതിജീവിച്ച് ബ്രഹ്മപദത്തിൽ എത്തുന്നു. അപ്പം ഈ ഗുണങ്ങൾക്ക് ഉപരി എത്തണമെന്നുണ്ടെങ്കിൽ, ഗുണാതീത അവസ്ഥ നേടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡയറക്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്തിയോഗമാണ്. അതായത് ഭഗവാൻ കൃഷ്ണനോടോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും അവതാരങ്ങളോടോ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ഗുണങ്ങൾക്കും ഉപരിയാണ്. ഗുണങ്ങളെ അതിജീവിക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ദൈവീ ഹേഷ ഗുണമയി മമ മായ ദുരത്യ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. മാമേവയെ പ്രപദ്യന്തേ, അത് ശരണാഗതി, ഭഗവാനിൽ ശരണം പ്രാപിക്കുക. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയെ ഗുണങ്ങളെ അതിജീവിക്കാനായിട്ട്, ഗുണമയി എന്ന് വെച്ചാൽ ഗുണങ്ങളുള്ള 3 ഗുണങ്ങളുള്ള ഈ ഭൗതിക പ്രകൃതിയെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ജീവനും ഗുണത്തിൽ അഥവാ സ്വരൂപത്തിൽ, അതായത് ക്വാളിറ്റേറ്റീവ്ലി എന്താണ്? കൃഷ്ണനോട് സാമ്യമുള്ളവനാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. അപ്പം സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതം, ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമയം, ആനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദം, ബ്ലിസ്. അതിന് വേറെ വാക്ക് എനിക്കറിയില്ല, സംസ്കൃത പദമാണ്. ഓക്കെ. ഭക്തിയിൽ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഓക്കെ. ഭഗവാനും ഭക്തനും വെവ്വേറെ വ്യക്തികളാകുമ്പോൾ മാത്രമേ അവർ തമ്മിലുള്ള സ്നേഹം അഥവാ ഭക്തി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വിചാരിക്കുന്നു ഭക്തൻ ഭഗവാനായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്തിയില്ല. ആരെങ്കിലും പറയുന്നു ഞാൻ ഭഗവാനാണ്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ പിന്നെ അത് അവിടെ സ്നേഹം എന്നുള്ളത് ഇല്ലാതായിത്തീരുന്നു, ഭക്തി എന്നുള്ളത് ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ സേവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തന്നെ അതീന്ദ്രിയാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അവർക്കേ ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞത് തന്നെ. ഓക്കെ. അതായത് സച്ചിദാനന്ദ രൂപം നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും, അപ്പം അതിനായിട്ട് നമ്മൾ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മോചിതരാകണം. അത് വേണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? ഭക്തിയുത സേവനം. അങ്ങനെ ഭക്തി സേവയാണ് ബ്രഹ്മസ്ഥാനത്തിലേക്കുള്ള യോഗ്യത. ഇനി അവസാനത്തെ ശ്ലോകം 27. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഭഗവാൻ പറയുന്നത്. ആൾക്കാർ പറയും, ഓ കൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രഹ്മൻ ഒരു ശരീരം എടുത്തപ്പോഴത്തേക്കും കൃഷ്ണനായി തീർന്നു.
ബ്രഹ്മനാണ് ഒറിജിൻ എന്ന് പറയുന്നത്. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. പരമസത്വം സത്യം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആത്മീയ സാക്ഷാത്കാരത്തിന്റെ ആദ്യ ഘട്ടമാണ് ബ്രഹ്മൺ. അത് സത് എന്നുള്ള ശാശ്വതം എന്നുള്ള ആസ്പെക്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഭഗവാനെ കുറിച്ച്. ഓക്കെ, അടുത്തത് പരമാത്മ സാക്ഷാത്കാരം, രണ്ടാമത്തെ ഘട്ടം. അതില് സത് ചിത്ത് ആസ്പെക്ട് നമുക്ക് മനസ്സിലാക്കുന്നു. സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതം, ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം അഥവാ സമ്പൂർണ്ണ ജ്ഞാനം, എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ്. ഭഗവാന് എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ട്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ സച്ചിത്ത് ഭഗവാന്റെ ആ ഒരു ആസ്പെക്ട് നമുക്ക് മനസ്സിലാവുന്നു. ഏറ്റവും ഉയർന്ന തലമാണ്, ഭഗവാനെ മനസ്സിലാക്കുന്ന തലമാണ് ഭഗവാൻ. അതായിരിക്കണം നമ്മുടെ പരമലക്ഷ്യം. അവിടെ വെച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പം ഉദാഹരണം കൊടുക്കാറുണ്ട്. പണ്ട് ഈ 4 കുമാരന്മാര് അവര് ഒറിജിനലി എന്തായിരുന്നു? അവര് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയവരായിരുന്നു ആദ്യമേ തന്നെ. പക്ഷേ ഒരിക്കൽ അവര് ഭഗവാന് സമർപ്പിച്ച തുളസി ഇല മണക്കാനിടയായി. ആ സമയത്ത് അവർക്ക് ഭഗവാനിൽ ഭക്തി, ഭഗവാനിൽ പ്രേമം തോന്നി. അവർ പതുക്കെ അതിനേക്കാളും ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിനേക്കാളും ഉപരിയായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ അവര് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവത് സാക്ഷാത്കാരം നേടി. അപ്പോ ഭക്തി ഇല്ലാതെ ഈ ബ്രഹ്മൻ സാക്ഷാത്കാരം എന്താണ് പറയുന്നത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മനാകുന്നു, ഞാനും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞു. അതിലുള്ള അപകടം എന്താണ്? അവിടെ ഭക്തി ഇല്ലാതാകുന്നു. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? സേവ. ഞാൻ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭഗവാനെ സേവിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെ സേവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ബാക്കിയുള്ളവരെ എന്നെ സേവിക്കണം, ഞാൻ ഭഗവാനായതുകൊണ്ട്. ഭഗവാനല്ലാത്ത ആൾക്കാരെ എന്നെ സേവിക്കണം. അപ്പം ഭഗവാനെ സേവിക്കാത്തത് കൊണ്ട് അവിടെ നമുക്ക് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഭക്തി ഇല്ലാതെ ബ്രഹ്മജ്ഞാനത്തിൽ ബ്രഹ്മജ്യോതിയിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അവിടെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഭക്തിയുത സേവനത്തിൽ ബ്രഹ്മസാക്ഷാത്കാരവും ശാശ്വതത്വവും അക്ഷയത്വവും എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു ഭക്തന് ഇതെല്ലാം തന്നെ സിദ്ധമാകുന്നുണ്ട്. പ്രകൃതിയ ബ്രഹ്മം തന്നെയാണ് ജീവസത്ത. പക്ഷേ ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അതിന്റെ അധപതനത്തിന് കാരണം. അതാണ് ഈ ഭൗതിക ലോകത്തിൽ ബന്ധനത്തിന് കാരണം. ത്രിഗുണങ്ങളെ അയാളെ ബന്ധിക്കുന്നു. അപ്പം തികഞ്ഞ കൃഷ്ണാവബോധത്തിൽ ഭക്തി പരിശീലിച്ചാൽ ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഭക്തന്മാരുടെ സഹവാസം, ശ്രവണം, കീർത്തനം, സ്മരണം തുടങ്ങിയ ഭക്തി പ്രക്രിയകള്, ആധ്യാത്മ ഗുരുവിന്റെ ഉപദേശം അനുസരിക്കൽ, നാമജപം, പ്രസാദം മാത്രം ഭക്ഷിക്കൽ, മൂർത്തി സേവ, ധാമസന്ദർശനം, ഭഗവാന്റെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ അപ്പിയറൻസ്, ഡിസപ്പിയറൻസ് ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലുള്ള ഉപവാസം, ഇതെല്ലാം തന്നെ ഭക്തന്മാർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഭക്തി സേവയെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രഹ്മസാക്ഷാത്കാരവും വന്നു ചേരും. ഓക്കെ, അപ്പൊ അങ്ങനെ 14ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. നമ്മൾ എന്താണ് 7 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളുടെ പ്രധാന സന്ദേശം ഞാൻ ഒന്ന് ചുരുക്കി പറയാം. സമയമായി 9:30 ഞാൻ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് കൂടി ഞാൻ സമാപിക്കാം. ഒന്ന്, സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ് ഭൗതിക ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ സത്വം അറിവ് നൽകുന്നു, രജസ് ആസക്തി സൃഷ്ടിക്കുന്നു, തമസ് അജ്ഞാനം വർദ്ധിപ്പിക്കുന്നു.
നമ്മുടെ മരണാനന്ത ഗതി ഈ 3 ഗുണങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു ആത്മാവ് യഥാർത്ഥത്തിൽ ഈ 3 ഗുണങ്ങൾക്കും അതീതമാണ്. പക്ഷെ ഗുണങ്ങളുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ അത് പെട്ടതാണ്, ഗുണങ്ങൾക്ക് അടിമയായതാണ്. ഈ ഗുണങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്നു. ഗുണങ്ങളെ അതിജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു ഗ്യാരണ്ടീഡ് മാർഗം ശുദ്ധഭക്തിയാണ്, കൃഷ്ണനുള്ള ശുദ്ധഭക്തിയാണ്. കാര്യം ഭഗവാനാണ് ഈ ഗുണങ്ങളുടെ എല്ലാം തന്നെ അധിപൻ. ഈ ഗുണങ്ങളൊന്നും തന്നെ ഭഗവാനെ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ അധിപൻ ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ സ്ഥിരനായിരുന്നു കഴിഞ്ഞാൽ ജന്മമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. എന്തിന്? ഈ ജീവിതത്തിൽ തന്നെ സംസാര ബന്ധനത്തിൽ നിന്ന് ജന്മമരണ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷേ ഈ ജീവിതത്തിൽ തന്നെ സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ സഹായിക്കുന്നത് എന്താണ്? കൃഷ്ണാവബോധത്തിൽ കൂടി. ഓക്കെ, ഇനി ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഈ ശ്ലോകങ്ങളിലുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? അതുവരെ നമ്മൾ വെറുതെ പഠിച്ചു കാര്യങ്ങൾ അറിയാം എന്ന് മാത്രമാണെങ്കിൽ അതിന് പ്രയോജനമില്ല. നമ്മളതെങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നു, ആ സമയത്തെ നമുക്ക് അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ ചിന്തകൾ, ശീലങ്ങൾ എല്ലാം തന്നെ ഏത് ഗുണത്തിൻ്റെ സ്വാധീനത്തിലാണെന്ന് നമ്മൾ നിരീക്ഷിക്കണം. അലസത, ധാരാളം ഉറങ്ങുന്നത്, മദ്യപാനം തുടങ്ങിയവയെല്ലാം തന്നെ തമോ ഗുണത്തിലുള്ളതാണ്. അതെല്ലാം തന്നെ ഒഴിവാക്കണം. അത്യാഗ്രഹം, അമിതമായിട്ടുള്ള ഭൗതിക മോഹം, ഇതെല്ലാം തന്നെ രജോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി പതുക്കെ അതിൽ നിന്നും ഒഴിയാനായിട്ട് ശ്രമിക്കണം. ശുദ്ധമായിട്ടുള്ള ജീവിതം, സത്സംഗം, ശാസ്ത്ര പഠനം എന്നിവയിലൂടെ സത്വഗുണം പതുക്കെ വളർത്താനായിട്ട് ശ്രമിക്കണം. കാമ്യകർമ്മങ്ങളെക്കാളും ഭഗവത് സേവയ്ക്ക് പ്രാധാന്യം നൽകണം. കാര്യം ഭഗവത് സേവയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അതായത് പാപമോ പുണ്യമോ രണ്ടും കിട്ടുന്നില്ല, അകർമ്മമാകുന്നു. യാതൊരു വിധത്തിലുള്ള ബന്ധനം അതിൽ നിന്നും ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും വരും. ആൾക്കാർ നമ്മളെ പ്രശംസിക്കും, നമ്മളെ നിന്ദിക്കും. ഈ സമയങ്ങളിലെല്ലാം തന്നെ സമചിത്തത പാലിക്കണം. ഭഗവാനെ കുറിച്ച് നിത്യവും ശ്രവിക്കണം, കീർത്തിക്കണം, ജപിക്കണം. ഭഗവത് ഭക്തന്മാരുടെ സംഘം, ഇതെല്ലാം ചെയ്ത് നമ്മൾ കൃഷ്ണാവബോധത്തിൽ സ്ഥിരത നേടണം. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈ പ്രകൃതിയുടെ സത്വരജസ് തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള ഭഗവാന്റെ പ്രേമസേവ ചെയ്യുകയാണെന്ന് മനസ്സ് സദാ ഓർക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ടൈം കൂടുതൽ എടുത്ത് ക്ഷമിക്കണം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. അത് ഒരു നമുക്ക് മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ 3 ഗുണങ്ങൾ. അപ്പോ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ മനുഷ്യജന്മത്തിൽ നിന്നും നമുക്ക് ഒന്നുകൂടെ എങ്ങനെ ഈ പറഞ്ഞ പോലെ അതീന്ദ്രിയ അവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ 3 ഗുണങ്ങളെക്കാളും മുകളിൽ എങ്ങനെ പോകാം എന്നുകൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. ആർക്കും സംശയം ഇല്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ബിക്കോസ് പ്രഭുവിന്റെ ക്ലാസ്
സൂപ്പർ ഉഗ്രനായിരുന്നു. എല്ലാം നന്നായിട്ട് വിശദമായി പറഞ്ഞിരുന്നു. ഓരോ ശ്ലോകവും ഓരോ വിവർത്തനവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പ്രഭുവിനോട് ഇസ്കോന്റെ പേരില് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഇവിടെ കൂടിയ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് അടുത്തതില് ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് പോകാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലതങ്കാനകാലായേ യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ ബഹേ നൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമദിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഥ അദ്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज। नरसिम्हा भगवान की जय, श्रील प्रभुपाद की जय, भक्त प्रहलाद महाराज की जय। गौर प्रमंदे हरि हरि बोल। वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ഇവിടെ കൂടിയ എല്ലാ വൈഷ്ണവന്മാർക്കും നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.